എയർ ഇന്ത്യയിൽ ഇനി മെറിറ്റോ സാമൂഹ്യനീതിയോ സംവരണമോ ഉണ്ടാവില്ല. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇനി മെറിറ്റില്ല, സാമൂഹ്യനീതിയില്ല, സംവരണമില്ല. അത് അദാനി തീരുമാനിക്കും. മറ്റേത് ടാറ്റ തീരുമാനം. 2017 ശേഷം BSNL ഒരാളെ പോലും നിയമിച്ചിട്ടില്ല. 2018 ഏതാണ്ട് 1.5 ലക്ഷത്തിൽ കൂടുതൽ ആളുകളെ എന്ന പദം തന്നെ പതുക്കെ കേന്ദ്ര ഗവൺമെന്റ് ഇല്ല. സ്വതന്ത്ര ഇന്ത്യ കണ്ടിൽ വെച്ച് ഏറ്റവും വലിയ തൊഴിലില്ലായ്മയാണ് ഇപ്പോൾ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ബുദ്ധിമുട്ടിക്കില്ല എന്ന നിലപാടാണ് ഇവർ സ്വീകരിക്കുന്നത്. ഞങ്ങളെ മനുഷ്യച്ചങ്ങലയിൽ വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങളിൽ ഒന്ന് തൊഴിലില്ലായ്മ തന്നെയാണ്. അപ്പോൾ അത് കേന്ദ്ര ഗവൺമെന്റിന്റെ നിയമന നിരോധനമാണ് ഇന്ത്യയിൽ ഇന്ന് നാം നേരിടുന്ന തൊഴിലില്ലായ്മയുടെ ഒരു പ്രധാനപ്പെട്ട കാരണം. സ്വതന്ത്ര ഇന്ത്യ കണ്ടിൽ വെച്ച് ഏറ്റവും വലിയ തൊഴിലില്ലായ്മയാണ് ഇപ്പോൾ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 2014 നിന്ന് 2023-24 എത്തുമ്പോഴേക്ക് തൊഴിലില്ലായ്മയുടെ നിരക്ക് ഇരട്ടിയാവുകയാണ്. അപ്പം നരേന്ദ്രമോദി 2014 അധികാരത്തിൽ വരുമ്പം പറഞ്ഞത്, ഞാൻ പ്രതിവർഷം 2 കോടി തൊഴിലവസരം പുതുതായി ഉണ്ടാക്കും എന്നാണ്. അപ്പോൾ 5 വർഷം കൊണ്ട് 10 കോടി തൊഴിൽ. അപ്പോൾ 10 കോടി തൊഴിൽ ഇന്ത്യയിലെ ചെറുപ്പക്കാർക്ക് കൊടുത്തിട്ടുണ്ടോ? കണക്കുകളുണ്ടല്ലോ ഇവിടെ. കേന്ദ്ര ഗവൺമെന്റ് തന്നെ വിവിധ ഏജൻസികൾ പുറത്തുവിടുന്ന കണക്കുകൾ പ്രകാരം ഇന്ത്യയുടെ പാർലമെന്റിൽ MP-മാരുടെ ചോദ്യത്തിന് മറുപടിയായി കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന ഒഫീഷ്യൽ മറുപടി പ്രകാരം ഈ രാജ്യത്തിൻ്റെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നില്ല എന്ന് മാത്രമല്ല, നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ ഇല്ലാതാക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. നമ്മളിപ്പോൾ നിരവധി ഉദാഹരണങ്ങളുണ്ട് നമ്മുടെ മുമ്പിൽ. ഇപ്പോൾ നിങ്ങൾ ഈ പറയുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിൽ ദാതാക്കളായിരുന്നു. ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേ ഏറ്റവും പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനമാണ്. ആ പൊതുമേഖലാ സ്ഥാപനത്തിൽ ഒരു സ്ഥിര നിയമനം നടന്നിട്ട് എത്ര വർഷമായി? ഇന്ത്യൻ റെയിൽവേയിൽ നിലവിൽ ഒഴിഞ്ഞുകിടക്കുന്ന ഏതാണ്ട് 4.5 ലക്ഷത്തിൽ കൂടുതൽ ഒഴിവുകൾ. അതിൻ്റെ കണക്കുകളൊക്കെ ചെറിയ മാറ്റം അപ്പുറം ഉണ്ടാവും. 5 ലക്ഷത്തോളം ഒഴിവ് ഉണ്ട് എന്നാണ് കേന്ദ്ര ഗവൺമെൻറ് തന്നെ കൊടുത്ത മറുപടി. ആ ഒഴിവിലേക്ക് നിയമനം നടക്കുന്നില്ല. എന്തുകൊണ്ട് നടക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, ഇന്ത്യൻ റെയിൽവേ പൂർണ്ണമായും സ്വകാര്യവൽക്കരിക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ സ്ഥിരം തൊഴിലാളികളെ നിയമിച്ചാൽ ഇത് ഏറ്റെടുക്കുന്ന അടുത്ത ഈ കോർപ്പറേറ്റിന് ബുദ്ധിമുട്ടുണ്ടാവും. അവന് ശമ്പളം കൂടുതൽ കൊടുക്കേണ്ടി വരും, ആനുകൂല്യങ്ങൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ വിൽക്കാൻ വേണ്ടി വെച്ച സ്ഥാപനത്തിലേക്ക് ഇനി പുതിയ ആളെ എടുത്ത് കോർപ്പറേറ്റുകളെ ബുദ്ധിമുട്ടിക്കില്ല എന്ന നിലപാടാണ് ഇവർ സ്വീകരിക്കുന്നത്. ഇപ്പം എയർ ഇന്ത്യയിൽ ഇനി മെറിറ്റോ സാമൂഹ്യനീതിയോ സംവരണമോ ഉണ്ടാവില്ല. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇനി മെറിറ്റില്ല, സാമൂഹ്യനീതിയില്ല, സംവരണമില്ല. അത് അദാനി തീരുമാനിക്കും. മറ്റേത് ടാറ്റ തീരുമാനിക്കും. അപ്പോൾ BPCL ഇവിടെ കൊച്ചിയിലെ സ്ഥാപനത്തിന് പുതിയ നിയമനങ്ങൾ നടക്കുന്നില്ല. LIC പൊതുമേഖലയിൽ നിന്ന് സ്വകാര്യവൽക്കരിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നു. ഇങ്ങനെ രാജ്യത്ത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുത്ത പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഇനി തൊഴിലില്ല എന്നതാണ് യാഥാർത്ഥ്യം. മറ്റൊരു ഉദാഹരണം BSNL ആണ്. ഇപ്പം BSNL ഏതാണ്ട് 3 ലക്ഷത്തോളം തൊഴിലാളികൾ, ജീവനക്കാർ നേരത്തെ ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെലികോം മേഖലയിലെ പൊതുമേഖലാ സ്ഥാപനമാണ്. രാജ്യത്തിൻ്റെ എല്ലാ പ്രധാനപ്പെട്ട നഗരങ്ങളിലും, കണ്ണായ നഗരങ്ങളിൽ ഭൂമിയുള്ള സ്ഥാപനമാണ്. എല്ലായിടത്തും ടവറുള്ള വലിയ നെറ്റ്വർക്ക് സംവിധാനമുള്ള പൊതുമേഖലാ സ്ഥാപനമാണ്. ഇന്നിപ്പോൾ BSNL ഫോൺ ഉപയോഗിക്കുന്ന ആളുകൾ എണ്ണത്രയാണ്. എന്തുകൊണ്ട് രാജ്യത്തെ BSNL തകർന്നു പോയി? എന്തുകൊണ്ട് രാജ്യത്തെ BSNL പുതിയ ആളുകളെ നിയമനം നടത്തുന്നില്ല? 2017 ശേഷം BSNL ഒരാളെ പോലും നിയമിച്ചിട്ടില്ല. 2018 ഏതാണ്ട് 1.5 ലക്ഷത്തിൽ കൂടുതൽ ആളുകളെ പിരിച്ചുവിട്ടു. BRS എടുത്ത് പോയിക്കോന്ന് പറഞ്ഞു. ഇനിയിപ്പം അവശേഷിക്കുന്ന ആളുകൾ കൂടി പിരിച്ചുവിടുകയാണ്. നമ്മൾ കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ കേവലം ലാൻഡ് ഫോൺ കണക്ഷൻ മാത്രമുള്ള കാലത്ത് 3 ലക്ഷം ജീവനക്കാർക്ക്, 3 ലക്ഷം ഉദ്യോഗാർത്ഥികൾക്ക് അവിടെ അഭയം കിട്ടിയിരുന്നെങ്കിൽ, തൊഴിൽ കിട്ടിയിരുന്നെങ്കിൽ, ഇന്നിപ്പോൾ കോടാനുകൂടി മനുഷ്യരുടെ കയ്യിലേക്ക് ഈ ഇൻ്റർനെറ്റ് സംവിധാനവും മൊബൈൽ ഫോണും എല്ലാം ഉണ്ട്. അപ്പോൾ ഏതാണ്ട് 10-35 ലക്ഷം ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടി കഴിയുന്ന ഒരു മഹത്തായ സ്ഥാപനമായി ടെലികോം മേഖലയിൽ BSNL നയിക്കാമായിരുന്നു. പക്ഷെ കേന്ദ്ര ഗവൺമെൻറ് ജിയോ കമ്പനിക്കാരന് വേണ്ടി, വൻകിട കോർപ്പറേറ്റ് കമ്പനിക്കാരന് വേണ്ടി അതിനെ തകർത്ത് തരിപ്പണമാക്കി. അതുകൊണ്ട് രാജ്യത്തിൻ്റെ വരുമാനത്തിന്, ഖജനാവിന് നഷ്ടമുണ്ടായി എന്ന് മാത്രമല്ല, രാജ്യത്തെ തൊഴിൽരഹിതരായ ലക്ഷക്കണക്കിന് യുവതിയുവാക്കളുടെ സ്വപ്നമാണ്, തൊഴിലെന്ന സ്വപ്നമാണ് ഇല്ലാതായിപ്പോയത്. ഇവിടെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ രാജ്യത്ത് തൊഴിലാളി എന്ന പദം തന്നെ പതുക്കെ കേന്ദ്ര ഗവൺമെൻറ് ഇല്ലാതാക്കുന്നു. ഇനിയിപ്പം രാജ്യത്ത് സ്ഥിരം ജീവനക്കാരുണ്ടാവില്ല, കരാർ അടിമകൾ മാത്രമേ ഉണ്ടാവൂ. അപ്പോൾ യഥാർത്ഥത്തിൽ രാജ്യത്തെ തൊഴിലാളികളുടെ തൊഴിലവകാശങ്ങൾ ഉറപ്പു നൽകുന്ന തൊഴിൽ നിയമങ്ങളുണ്ടായിരുന്നു.
ആ തൊഴിൽ നിയമങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് പാർലമെൻറ്റിൻ്റെ അവരുടെ ഭൂരിപക്ഷം ഉപയോഗിച്ച് ഇല്ലാതാക്കി അവിടെ ഇപ്പം ലേബർ കോഡുകൾ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇപ്പോൾ ലേബർ കോഡിനെതിരായി ഇന്ത്യയിലെ തൊഴിലാളി വർഗം വലിയ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാന പ്രശ്നം ഇനി സ്ഥിരം തൊഴിൽ എന്ന സംഗതി ഉണ്ടാവില്ല. എല്ലാവരുടെയും കരാർ നിയമനങ്ങൾ മാത്രമേ ഉണ്ടാവൂ. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പൊതുമേഖലാ ബാങ്കുകൾ, ഞാൻ കഴിഞ്ഞ ദിവസം ട്രെയിനിൽ വരുന്ന സന്ദർഭത്തിൽ എൻ്റെ ഒരു പഴയ സുഹൃത്തിനെ കണ്ടു. അയാൾ SBIയിൽ അതിൻ്റെ റീജിയണൽ ഓഫീസിൽ ജോലി ചെയ്യുകയാണ്. SBI റീജിയണൽ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഈ ചെറുപ്പക്കാരൻ രാത്രി 10 മണി വരെ ആ ബാങ്കിൽ ജോലി ചെയ്യണം എന്നാണ് ആ ചെറുപ്പക്കാരൻ പറഞ്ഞത്. നിങ്ങൾക്ക് അന്വേഷിച്ചാൽ മനസ്സിലാവും. അപ്പോൾ രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ അവരുടെ തൊഴിൽ സമയം വർദ്ധിച്ചിരിക്കുന്നത് കടുത്ത മാനസിക സമ്മർദ്ദത്തിൽ കൂടിയാണ് അവർ കടന്നു പോകുന്നത്. അവർക്ക് കുടുംബവുമായിട്ടുള്ള ബന്ധം മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ കഴിയാത്തതിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. തുടർച്ചയായി ആത്മഹത്യ ഉണ്ടായി. തുടർച്ചയായി ബാങ്ക് മാനേജർമാർ ഉൾപ്പെടെ ആത്മഹത്യ ചെയ്യുന്ന സംഭവം ഉണ്ടായി. അതൊക്കെ അവിടെ യഥാർത്ഥത്തിൽ നിയമനങ്ങൾ നിരോധിച്ചത് മൂലം ഉണ്ടാവുന്ന ഈ തൊഴിൽ പീഡനമാണ്, സമ്മർദ്ദമാണ്, താങ്ങാൻ കഴിയുന്നില്ല. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.